അതും 9 18-ാം പടി, 18 വേദങ്ങൾ, ഇതെല്ലാം പിന്നെ 9ന്റെ എനർജിയാണ്. അപ്പോൾ സൂപ്പർ നാച്ചുറലായിട്ട് ഏറ്റവും കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. 9നെ ചൊവ്വയുടെ എനർജി ആയിട്ടാണ് ന്യൂമറോളജിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചൊവ്വ അത് ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഇവർക്ക് യോജിക്കാത്തവരുമായിട്ട് പൊതുവെ 9ന്റെ പ്രത്യേകതകളൊന്ന് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും 9 സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ 9. നമ്മൾ ആദ്യം രാജകൊട്ടാരവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഇപ്പം 1 മുതൽ 8 വരെ പറഞ്ഞു. ഇനി 9 എന്നത് സർവ്വസേനാധിപൻ. അപ്പോ രാജാവിന് തലയെടുപ്പുള്ള ആളാണ്, വലിയവനായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. സർവ്വസേനാധിപനാണ്, രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അല്ലെ. രാജാവിന്റെ നിലനിൽപ്പിന് തന്നെ അല്ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സർവ്വസേനാധിപൻ എപ്പോഴും വേണം. രാജാവായി ഇരിക്കുന്നത് തന്നെ സർവ്വസേനാധിപൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും സർവ്വസേനാധിപന് ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം 1ന്റെ എനർജീനെ എപ്പോഴും അംഗീകരിക്കുന്ന ഒരു എനർജി കൂടിയായിരിക്കും 9. അപ്പോൾ 9നെ ചൊവ്വയുടെ എനർജി ആയിട്ടാണ് ന്യൂമറോളജിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചൊവ്വ അത് ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ്. പിന്നെ പൊതുവേ 9 ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ ചുവപ്പ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ചുവപ്പ് എന്നാണ് പറയാ. ചൊവ്വയുടെ ചുവന്ന ഗ്രഹം എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള കളറും ചുവപ്പാണ്. അപ്പോൾ ഇവരെപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എപ്പോഴും നമ്മൾ ഇരുന്നിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലിരുന്ന് ജോലി ചെയ്യണം എന്നൊന്നും ആഗ്രഹിക്കുന്നവരല്ല. അവരുടെ ശരീരമടക്കം അനങ്ങി അവർക്ക് വർക്ക് ചെയ്യണം. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇവരുടെ ആ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് സേനാധിപനെ പോലെ പട്ടാളം, പോലീസ്, ഇതിലൊക്കെ ഇവർക്ക് ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് നിൽക്കാം. കാരണം തീർച്ചയായിട്ടും അവർ അങ്ങനെ അല്ലെ, ശരീരവും അനങ്ങിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വലിയ ഉദ്യോഗം തന്നെയാണ്. അപ്പോൾ ആ മേഖലകളിൽ ഇവർക്ക് എപ്പോഴും പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ചെറിയ മുറിവുകൾ ഒക്കെ ഇവർക്ക് സംഭവിക്കാനുള്ള സാധ്യത ഈ 9 എന്ന എനർജിയിൽ ജനിച്ചവർക്ക് ഉണ്ട്. പിന്നെ രക്തവുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്, രക്തം കാണുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സർജൻ ഡോക്ടർമാരുണ്ടല്ലോ, അവർ 9ന്റെ എനർജി അവർക്ക് കൂടുതൽ എന്താ പറയുക, അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരായിരിക്കും, കീറി മുറിക്കാൻ. അപ്പോൾ അത് മെഡിക്കൽ ഫീൽഡിൽ പൊതുവെ നല്ലതാണ്. ഇതിൽ സ്പെഷ്യലി ഇതുപോലെ സർജൻ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് 9 എന്നുള്ളത്. അതായത് 9 എന്ന് പറഞ്ഞാൽ 9-ാം തീയതി ജനിച്ചവർ, 18-ാം തീയതി ജനിച്ചവർ, 27-ാം തീയതി ജനിച്ചവർ. ഇത് 3ഉം 9ന്റെ പേഴ്സണാലിറ്റിയാണ്. അത് ഏതിൻ്റെ കൂടെ കൂടുന്നു അതിനനുസരിച്ചിട്ട് വ്യത്യസ്തമാകും എന്നുള്ളത് സത്യം തന്നെയെങ്കിലും ഇതാണ് ഈ ബേസ് ആയിട്ടുള്ള നമ്പർ. ഇത് ഏറ്റവും വലിയൊരു നമ്പർ ആണെന്ന് പറഞ്ഞു. ഇതിന് എവിടെ പോയി കഴിഞ്ഞാലും മുകളിൽ നിൽക്കണം. അതായത് ഒരു 10 പേര് കൂടി ഇരിക്കുന്ന സ്ഥലത്ത് അതിൽ സെൻട്രലായിട്ട് ഒരു വലിയേട്ടനായി സംസാരിക്കാൻ എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ്, ലീഡർഷിപ്പ് വേണം. ലീഡർ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് എന്നല്ല, ഒരു കാര്യത്തിനെ ഇവർക്ക് ചെയ്തു തീർക്കാൻ, ഒരു കാര്യം, ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വിജയിപ്പിച്ചെടുക്കാം. അതാണ് ഈ സർവ്വസേനാധിപന്റെ. ലീഡർ എപ്പോഴും ഒന്ന് തന്നെയാണെങ്കിലും പക്ഷെ ആ ടാസ്ക് എത്തിക്കഴിഞ്ഞാൽ അത് ലീഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യലാണ് ഇവരുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് ഇനി വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് അറിയണം, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ടൊന്നുമില്ല, ചെയ്യുന്ന കാര്യം അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അതാണ് ഇതില്. അത് നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും ഉണ്ടോ? നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ടുകളാണ്. എന്നിരുന്നാലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഇവർക്ക് യോജിക്കാത്തവരുമായിട്ട് പൊതുവെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ പറയാൻ കാരണം മറ്റ് പല നമ്പേഴ്സിനും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ നമുക്ക് പോവാം. പക്ഷെ ഇവർ അങ്ങനെ നിൽക്കില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവർ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അങ്ങനെയുള്ള കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ പറയാനുണ്ട്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ചുവപ്പ് എന്നത് സാഹസികതയുടെ എനർജിയാണ്. അത് നമ്മുടെ കേരളത്തിലായാലും എപ്പോഴും ചുവപ്പ് എന്നത് അവർ എപ്പോഴും ആക്റ്റീവായിട്ട് ഇറങ്ങുന്ന ആൾക്കാരായിട്ട് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ചുവപ്പിന് അങ്ങനെ തന്നെ ഒരു എനർജി ഉണ്ട്. അവർ ഒരിക്കലും
വെറുതെ ഞാൻ പറഞ്ഞ പോലെ ബോഡി അടക്കം കളറാണ്. അതെ അതെ, ബോഡി അടക്കം ആക്റ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. അവർ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരല്ല. അവർക്ക് എപ്പോഴും സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അധികം ചുവപ്പ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. ഓൾറെഡി സാഹസികതയുടെ എനർജിയാണ്, പക്ഷെ റെഡ് എന്നുള്ളത് ഇവരുടെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ്. എങ്കിലും അത് അധികമാകുമ്പോഴേ സാഹസികത അധികം നല്ലതല്ല, അല്ലെ? അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൂടാതെ പിന്നെ ഒരു അപകടം അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങൾ പിന്നെ മോശമായിട്ടുള്ള അവിടെയൊക്കെ ഇവർ ഇറങ്ങി പ്രവർത്തിക്കാൻ വളരെ ആക്റ്റീവായിരിക്കും. മറ്റുള്ളവർ ഒരുപക്ഷെ മനസ്സ് മടുത്ത് നിൽക്കുന്ന മോശമായിട്ടുള്ള അപകട സാധ്യതകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇവർ ഇറങ്ങി പ്രവർത്തിക്കും. കാരണം ചിലവർക്കൊക്കെ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തലവിറ്റ് വീഴും. പക്ഷെ ഇവർക്ക് ബ്ലഡ് ഒന്നും പ്രശ്നമല്ല, അവർ അതിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങും എന്നുള്ളതാണ് ഒരു ഇവരുടെ ഗുണം. പിന്നെ ഈ 9-ന് എപ്പോഴും മുകളിൽ നിൽക്കാനുള്ള, 9 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ ആണല്ലോ, കപ്പലിനെ പോലെ പൊങ്ങി നിൽക്കും എവിടെ പോയി കഴിഞ്ഞാൽ. അതായത് എത്ര വലിയ കടലാണെങ്കിലും അവിടുന്ന് മുകളിൽ നിൽക്കും. ആ ഒരു വാക്ക് തന്നെ അങ്ങനെയാണ്. കാരണം കപ്പലിനെ പോലെ പൊങ്ങി നിൽക്കും ഇവർ എവിടെ നിന്ന് കഴിഞ്ഞാൽ. അവർക്ക് പ്രത്യേകിച്ച് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവർ അവിടെ നിന്നൊക്കെ ഉയർന്നു നിൽക്കും. അതുകൊണ്ടായിരിക്കും സർവ്വസേനാപതി. അതെ അതെ, അതങ്ങനെയും അതിനെ അങ്ങനെ പറയാം. അപ്പോൾ അവർക്ക് എപ്പോഴും ആ ഒരു എനർജി ഉണ്ട്. ഈ സൂപ്പർ നാച്ചുറലിന്റെ ഒരു എനർജി ആയിട്ട് നമ്മൾ 9-നെ മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ പറയും. അപ്പോൾ ഈ പൊതുവെ നമുക്ക് മന്ത്രങ്ങളായാലും 108 എന്ന കണക്കിലാണ്. അതായത് 1+0+8 9 എന്നുള്ള എനർജി. അതാണ് സൂപ്പർ നാച്ചുറലിന് നൽകുന്ന 108 എന്നുള്ളത്. ഈ 108ന്റെ പകുതിയാണെങ്കിലോ അതിനും 9 എന്നുള്ള എനർജിയിലേക്കാണ് വരിക. അപ്പം അതിൻ്റെ ഒരു 1/4 ഭാഗം 72, അതും പിന്നെ 9 7 2 9 എന്നുള്ള എനർജിയിലാണ് വരിക. അതുപോലെ ഈ 108 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി 54 അല്ലെ? 54 എന്ന് പറയുമ്പോഴേക്കും 5 4 9 വരുന്നത്. ഇനി 18 അതും 9, 18-ാം പടി, 18 വേദങ്ങൾ, ഇതെല്ലാം പിന്നെ 9-ന്റെ എനർജിയാണ്. അപ്പോൾ സൂപ്പർ നാച്ചുറലായിട്ട് ഏറ്റവും കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇപ്പം നമ്മൾ ഈ ഭൂലോകത്തെ അല്ലെങ്കിൽ ഒരു ഗോളത്തെ എടുക്കുമ്പോൾ അതിനെ 360 ഡിഗ്രിയാണ്. അപ്പോൾ അതും 9 അതുപോലെ അതിൻ്റെ പകുതി എടുക്കുകയാണെങ്കിൽ 180 ഡിഗ്രി, പിന്നെ അതിൻ്റെ പകുതി ഭാഗം അതും 9. എന്താ പറയാ, മട്ട ത്രികോണം എന്നൊക്കെ പറയുന്ന പോലെ 45 അതും 9. അപ്പൊ ഈ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ നാച്ചുറലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലാതെ ന്യൂമറോളജിയിൽ ഈ 9 ഏത് നമ്പറിന്റെ കൂടെ നിൽക്കുമ്പോഴും ഇതൊരു സൂപ്പർ നാച്ചുറൽ 0 ആയിട്ട് അനുഭവപ്പെടും. ഇപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 95 എന്ന് പറഞ്ഞ ഒരു നമ്പർ, ഇപ്പോൾ 9ഉം 5ഉം എത്രയാ? 14. 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 4 5, അതായത് 95 എന്നുള്ള ഒരു നമ്പറിൽ 9-ന്റെ എനർജീനെ അപ്രത്യക്ഷമായി പോകുന്നതായിട്ട് കാണാം. ഏത് നമ്പറും നമുക്ക് എങ്ങനെ എടുക്കാം. ഒരു 19 എന്നുള്ള നമ്പർ, 1ഉം 9ഉം 2 നമ്പർ ഉണ്ട്, പക്ഷെ 9 അപ്രത്യക്ഷമാണെന്ന് കാണാം. അതായത് 1ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10 വരും. 10 പറഞ്ഞു കഴിഞ്ഞാൽ 1 + 0 1 ആണ്. അപ്പോൾ ആ 9-ന്റെ എനർജി അപ്രത്യക്ഷമായി 0 പോലെ സൂപ്പർ ഈ പ്രപഞ്ചത്തിൽ ലയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഒരാളുടെ പേഴ്സണാലിറ്റി വെച്ചിട്ടൊന്നും നോക്കാൻ പറ്റില്ല. അങ്ങനെ 9-ന് അങ്ങനെ ഒരു മഹത്വം ഉണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആൾക്കാരെ എന്നെ അവർ ഉദ്ദേശിക്കുന്നതിലും ഉയരങ്ങളിലേക്ക് ഉയർത്തി വിടാനുള്ള ഒരു എനർജിയും ഈ 9-ന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിൽ കുറേ സ്പെഷ്യലായിട്ടുള്ള എനർജിയാണ്. ഇതിനും കൃത്യമായിട്ടുള്ള ഒരു പേരൊക്കെ ആണെങ്കിൽ അവർക്കും ഉയരങ്ങളിലേക്കൊക്കെ തീർച്ചയായിട്ടും പോകാൻ വേണ്ടി പറ്റും. സൽമാൻ ഖാൻ ഒക്കെ 9-ന്റെ എനർജിയാണ്. അപ്പോൾ 9-ന്റെ എനർജി അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജി തന്നെയാണ്. അതുകൂടാതെ ഓരോരാളുടെ പേരിന്റെ എനർജി അതിലും 9 അത് അനുകൂലമാണെങ്കിൽ അവരെ ഓട്ടോമാറ്റിക്കായിട്ട് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നമ്പർ തന്നെയാണ് 9. താങ്ക് യു സർ. നന്ദി, നമസ്കാരം. പ്രശസ്ത ന്യൂമറോളജിസ്റ്റ് ശ്രീ സുനീഷ് തമ്പാനുമായി നിങ്ങളുടെ ജീവിത സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ സുനീഷ് തമ്പാനുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ
ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.